വീണ്ടും വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വചനം സങ്കീർത്തനം 55 22 വാക്യം. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കാൻ നീ സന്നദ്ധനാണോ? അതോ നീ തന്നെ അത് താങ്ങും, നീ തന്നെ അത് സോൾവ് ചെയ്യും എന്ന് വാശി പിടിക്കുമോ? അതാണ് ഇന്നത്തെ ചോദ്യം. അപ്പൊ ഇവിടെ ഒരു ദിവസം നല്ലതാണെങ്കിൽ വേറൊരു ദിവസം ചിലപ്പോഴല്ല, മിക്കവാറും പ്രക്ഷുബ്ധമായിരിക്കാം. ഒരു സമാധാനക്കുറവ് അനുഭവപ്പെടാം. തിക്താനുഭവങ്ങൾ ഉണ്ടാകാം, തിരസ്കരണങ്ങൾ ഉണ്ടാകാം, അപമാനങ്ങൾ ഉണ്ടാകാം. നമുക്ക് ഫ്രസ്ട്രേറ്റഡ് ആകാനുള്ള എല്ലാവിധ കുതന്ത്രങ്ങളും അശുദ്ധാത്മാക്കൾ വരുത്തിവെക്കും. അതെല്ലാം പരീക്ഷണങ്ങളാണ്. ക്രിസ്തുവിൽ നിന്ന് നമ്മളെ അകറ്റുവാനുള്ള സാത്താൻ്റെ തന്ത്രങ്ങളാണ്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായി അവർ നമ്മളെ ചിലപ്പോൾ ഇറിറ്റേറ്റ് ചെയ്യും, നമ്മളിൽ നിന്ന് അകന്നു പോകും. നമ്മളെപ്പോഴും ഒരു ശണ്ട കൂടാനുള്ള, അല്ലെങ്കിൽ തല്ലുപിടിക്കാനുള്ള, അല്ലെങ്കിൽ നിരാശയിലേക്ക് വീണു പോകാവുന്ന കാര്യങ്ങളുടെ വക്കത്തൊക്കെ എത്തി നിൽക്കും. അല്ലെങ്കിൽ ജോലി പ്രശ്നങ്ങളാകും, കടബാധ്യതകളാകും, എന്തു തന്നെ ആയിക്കോട്ടെ, ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ, അതെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുവാൻ നമ്മൾ സന്നദ്ധരാണോ എന്നതാണ് ഇന്നത്തെ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പം അതിനുള്ള വിശ്വാസം നമുക്കുണ്ടോ? നിരന്തരമായി കർത്താവിനോട് പ്രാർത്ഥിക്കുവാനും വചനം വായിക്കുവാനും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും കർത്താവുമായി ഷെയർ ചെയ്യുവാൻ തക്ക ഒരു ഇൻറ്റിമസി നമുക്ക് കർത്താവുമായി ഉണ്ടോ? നമ്മുടെ ക്രിസ്തീയത അതിനുള്ള മെച്യൂരിറ്റി ഉള്ളതാണോ എന്നതാണ് ഇന്ന് ഈ വചനത്തിലൂടെ കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തണമേ. അങ്ങ് ഞങ്ങളെ നയിക്കണമേ. അങ്ങ് ഞങ്ങളെ താങ്ങണമേ. ആമേൻ.